രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും. ജനറേറ്റീവ് AIയുടെ ഹബ്ബായി സംസ്ഥാനത്തെ വളർത്താനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും കോൺക്ലേവ് വഴിയൊരുക്കും. സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര IT കമ്പനിയായ IBMുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിർമ്മിത ബുദ്ധി മേഖലയിലെ കരുത്ത് തെളിയിക്കാനൊരുങ്ങുകയാണ് കേരളം. ഈ രംഗത്ത് വൈവിധ്യമാർന്ന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനും സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാൻ സർക്കാർ തയ്യാറായി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും IBMുമായി ചേർന്ന് കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന AI കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഇൻഡസ്ട്രി 4.0യിലേക്ക് കേരളത്തെ മികച്ച രീതിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ജൻ AI കോൺക്ലേവ് എന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. വന്നതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 1500-ലധികം പേരുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ മേഖലയിൽ ലോകോത്തര വിദഗ്ധർ ഈ പരിപാടിയിൽ വരുന്നുണ്ട്. IBMന്റെ സാന്നിധ്യം നമുക്ക് വലിയ തോതിൽ ഇതിന് സഹായകരമായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാവി ഇത്തരത്തിലുള്ള വ്യവസായങ്ങളിലാണ്. ജൻ AI മേഖലയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദഗ്ധർ, വ്യവസായ പ്രമുഖർ, നയരൂപകർത്താക്കൾ, ഇന്നൊവേറ്റർമാർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ പരിവർത്തന സാധ്യതകളും സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും അതിൻ്റെ സ്വാധീനവും സമ്മേളനം ചർച്ച ചെയ്യും. പ്രഭാഷണങ്ങൾ, പാനൽ ചർച്ചകൾ, സംവേദനാത്മക സെഷനുകൾ എന്നിവയാണ് സമ്മേളനത്തിലെ പ്രധാന അജണ്ട. പങ്കെടുക്കുന്നവർക്ക് AI സാങ്കേതികവിദ്യയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംവിധാനവും ഉണ്ടായിരിക്കും. ഡെമോകൾ, ആക്ടിവേഷനുകൾ, വ്യവസായ വിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ച എന്നിവയും കോൺക്ലേവിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ പൊതുസേവനങ്ങൾ സുതാര്യവും കുറ്റമറ്റതും കാര്യക്ഷമവുമാക്കുന്നതിന് നൂതന സാങ്കേതികവിദ്യകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിൻ്റെ പദ്ധതിരേഖയും കോൺക്ലേവിൽ രൂപപ്പെടുത്തും. കൈരളി ന്യൂസ്, കൊച്ചി.